നമസ്തേ, എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മൾ GST ആക്ട് അനുസരിച്ചിട്ട് കോൺട്രാക്ടേഴ്സിന് ടാക്സിബിൾ ആണോ, അതായത് ജോയിൻറ്റ് ഡെവലപ്മെൻറ്റ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് ഡെവലപ്മെൻറ്റ് എഗ്രിമെൻറ്റ് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. സോ ജോയിൻറ്റ് ഡെവലപ്മെൻറ്റ് എഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ GST ടാക്സിബിൾ ആണോ അല്ലയോ, അതിൻ്റെ ഇംപ്ലിക്കേഷൻസ്, അതിനെപ്പറ്റി ചെറിയൊരു ബ്രീഫ് ആയിട്ടുള്ളൊരു ഐഡിയ ഞാൻ തരാനാണ് ഉദ്ദേശിച്ചത്. സോ വാട്ട് ഈസ് എ ജോയിൻറ്റ് ഡെവലപ്മെൻറ്റ് എഗ്രിമെൻറ്റ്? എന്താണ് ഈ ജോയിൻറ്റ് ഡെവലപ്മെൻറ്റ് എഗ്രിമെൻറ്റ് എന്ന് വെച്ചാൽ? അതായത് ജോയിൻറ്റ് ഡെവലപ്മെൻറ്റ് എഗ്രിമെൻറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 3 പേരായിട്ട് നടക്കുന്ന ഒരു ട്രൈപാർട്ടൈറ്റ് എഗ്രിമെൻ്റ് ആണ്. സപ്പോസ് ഇപ്പോൾ എനിക്കൊരു സ്ഥലമുണ്ട്, ഒരു ഏക്കർ സ്ഥലമുണ്ട്. എക്സ് എന്ന് പറഞ്ഞൊരു വ്യക്തി എന്നോട് വന്ന് സംസാരിക്കുന്നു. അയാളൊരു ബിൽഡർ ആയിരിക്കാം. അയാൾ എന്നോട് വന്ന് സംസാരിക്കുന്നു, ഞാനിവിടെ ഒരു ഫ്ലാറ്റ് കെട്ടും, അപ്പം ഫ്ലാറ്റ് കെട്ടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഫ്ലാറ്റ് കെട്ടിക്കഴിഞ്ഞാൽ അതിനകത്തൊരു ഷെയർ ഓഫ് ഫ്ലാറ്റ്, ഒരു 5-8 ഫ്ലാറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങളത് വിറ്റോളൂ എന്ന് എൻ്റെ അടുത്ത് പറയുന്നു. അപ്പം ഇത് കെട്ടാൻ വേണ്ടി, അതായത് ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ടർ ഉണ്ടാവും. അങ്ങനെ ട്രൈപാർട്ടൈറ്റ് എഗ്രിമെൻറ്റ്, അതായത് ഒരു ലാൻഡ് ഓണർ, ഒരു ഡെവലപ്പർ, ഒരു കോൺട്രാക്ടർ, അങ്ങനെ 3 പേരാണ് ഇതുണ്ടാവുക. അപ്പം ലാൻഡ് ഓണറിൻ്റെ കയ്യിൽ ലാൻഡ് ഉണ്ട്, പക്ഷേ അതിൽ പൈസയൊന്നുമില്ല, ഒരു ഫ്ലാറ്റ് കെട്ടാൻ പൈസയില്ല. പക്ഷേ മറ്റേയാളുടെ കയ്യിൽ, ബിൽഡറിൻ്റെ കയ്യിൽ ഫ്ലാറ്റ് കെട്ടാനുള്ള പൈസയുണ്ട്, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. കോൺട്രാക്ട് അതിൻ്റെ സ്കില്ലുണ്ട്, അതിൻ്റെ എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിന് അതിൻ്റെ സ്കില്ലുണ്ട്, പ്ലാൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ദിസ് ഇസ് ദ ട്രൈപാർട്ടൈറ്റ് എഗ്രിമെൻറ്റ്. ഇതാണ് ജോയിൻറ്റ് ഡെവലപ്മെൻറ്റ്. പക്ഷേ ഇത് GST ടാക്സിബിൾ ആണോ അല്ലയോ എന്നാണ് നോക്കുന്നത്. നമ്മുടെ GST 2017 വന്ന ആക്ട് അനുസരിച്ച് ടാക്സിബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ലാൻഡ് ഓണർ നമ്മളൊരു ലാൻഡാണ് കൊടുക്കുന്നത്. സോ ആ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അയാൾക്കൊരു ഷെയർ ഓഫ് ഇത് കിട്ടുന്നു. അപ്പോൾ ലാൻഡ് ഓണർ ഇവിടെ പ്രോപ്പർട്ടി കൊടുക്കുക ചെയ്യുന്നത്, ഒരു സെയിലായിട്ട് കൊടുക്കുക ചെയ്യുന്നത്. ആസ് പെർ GST ആക്ട് അനുസരിച്ചിട്ട് നമ്മൾ ഈ മൂവബിൾ ആൻഡ് ഇമൂവബിൾ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇതുണ്ട്. അതായത് മൂവബിൾ പ്രോപ്പർട്ടിക്ക് GST ടാക്സിബിൾ ആണ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് ടാക്സിബിൾ അല്ല. സോ വാട്ട് ഈസ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ, ഇപ്പോൾ ലാൻഡ് വെക്കുന്നത് GST അനുസരിച്ച് ലാൻഡ് ആൻഡ് ബിൽഡിങ്സ്, ലാൻഡും അതിൻ്റെ കൂടെ ഏതെങ്കിലും ബിൽഡിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സെയിലായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്, അതിന് GST ടാക്സിബിൾ അല്ല, അത് ഷെഡ്യൂൾ 2 പ്രകാരം ടാക്സിബിൾ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്ഥലം വെക്കുമ്പോഴും GST വരാത്തത്. GSTയിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവമാണ് വർക്ക്സ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഈ വർക്ക്സ് കോൺട്രാക്ട് എന്ന് പറഞ്ഞത് നമ്മൾ ഇമ്മൂവബിൾ ആയിട്ടുള്ള, അതായത് ഒരു പ്രോപ്പർട്ടീൻ്റെ മുകളിൽ, ബിൽഡിങ്ങിൻ്റെതോ അല്ലെങ്കിൽ പ്രോജക്റ്റിൻ്റെതോ എന്തെങ്കിലും മുകളിൽ അതിനകത്തൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വന്നിരിക്കണം നിർബന്ധമാണ്. സോ ആ പ്രോപ്പർട്ടീൻ്റെ മുകളിൽ നമ്മൾ എന്ത് കൺസ്ട്രക്ഷൻ ആയാലും റിപ്പയർ ആയാലും പെയിൻറ്റിങ് ആയാലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വർക്ക്സ് കോൺട്രാക്ട് എന്നാണ് പറയുക. അതായത് നമ്മളൊരു കോൺട്രാക്ട് എടുത്തിട്ട് ചെയ്യുന്നു. ഒരു ബിൽഡിങ് നമ്മൾ എടുക്കാൻ വേണ്ടി ഒരു കോൺട്രാക്ട് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ബിൽഡിങ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി കോൺട്രാക്ട് എടുക്കുന്നു, ഒരു റിപ്പയർ നമ്മൾ നടത്താൻ വേണ്ടി കോൺട്രാക്ട് എടുക്കുന്നു, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു മരാമത്ത് പണി അങ്ങനത്തെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ഫേർണിച്ചറോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന്, അതിന് എല്ലാത്തിനും വർക്ക്സ് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ട് രീതിയിലാണ് വരുന്നത്. സോ വർക്ക്സ് കോൺട്രാക്റ്റിന് ശരിക്കും GSTയിൽ ടാക്സിബിൾ ആണ്. സോ അതിന് നമ്മൾ ടാക്സിബിലിറ്റി കൊടുത്തിരിക്കണം എന്ന് നിർബന്ധമാണ്. അതിന് കോമ്പസിറ്റ് ഇതാണ് വരുന്നത്, കോമ്പസിറ്റ് റേറ്റ് ആണ് വരുന്നത്. കോമ്പസിറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ബണ്ടിൽഡ് ഗുഡ്സ് എന്ന് പറയും. ഈ അതിൻ്റെ റേറ്റിനാണ് കോമ്പസിറ്റ് എന്ന് പറയുന്നത്. അതായത് പ്രിൻസിപ്പൽ സപ്ലൈ. ഇപ്പം നമ്മൾ പ്രിൻസിപ്പൽ സപ്ലൈ, ഫോർ എക്സാമ്പിൾ ഞാനൊന്ന് പറയാം. ഇപ്പം നമ്മളൊരു ലോറിയിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ അയക്കുന്നു. ലോറിയിൽ സാധനങ്ങൾ അയക്കുമ്പം അതിൻ്റെ കൂടെ ഞാനൊരു ഇൻഷുറൻസും കൂടി ചെയ്യുന്നുണ്ടെന്ന് വെച്ചു. അതായത് ലോറി ഇപ്പോൾ ഒരു കോമ്പസിറ്റ് ആണ്, ഒരു പാക്കേജ് പോലെ. ഞാൻ ലോറിയിൽ കുറച്ച് സാധനം അയക്കുമ്പം അതിൻ്റെ ഫ്ലൈറ്റ് ഇൻഷുറൻസും കൂടി ഞാൻ അടക്കും. അതിന് മൊത്തമായിട്ടുള്ള എമൗണ്ടിനെ ബില്ല് അയക്കുന്നത് എൻ്റെ സപ്ലയർക്ക് ബില്ല് അയക്കുന്നു വെച്ചു. അപ്പോൾ അത് ബണ്ടിൽഡ് സപ്ലൈ ആണ്. അതായത് ഞാൻ സാധനം അയക്കുമ്പം അതിൻ്റെ കൂടെ ഇൻഷുറൻസിൻ്റെ പൈസയും കൂടി ഞാനത് ക്ലബ് ചെയ്യുന്നു. അതേപോലെ ഇപ്പോൾ ഫുഡിൻ്റെ ആണെങ്കിൽ, ഫുഡിൻ്റെ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഒരു ബിരിയാണി ഓർഡർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഐസ്ക്രീം കൂടി കൊടുക്കുന്നു. സോ അപ്പം ഐസ്ക്രീമിൻ്റെ, അപ്പോൾ അത് ബണ്ടിൽഡ് സപ്ലൈ ആണ്. ബിരിയാണീൻ്റെ കൂടെ ഐസ്ക്രീം കൂടി വരുന്നു, അല്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ കൂടെ ഇൻഷുറൻസ് കൂടി വരുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് പ്രിൻസിപ്പൽ സപ്ലൈ ഓഫ് ഗുഡ്സ്, അതായത് ഏതാണോ പ്രിൻസിപ്പൽ സപ്ലൈ ഓഫ് ഗുഡ്സ് വരുന്നത്, അതായത് ഇപ്പം നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് ഇൻഷുറൻസ് ആണ് പ്രിൻസിപ്പൽ സപ്ലൈ, അല്ലെങ്കിൽ ഫ്ലൈറ്റാണ് പ്രിൻസിപ്പൽ സപ്ലൈ വരുന്നതെങ്കിൽ, മറ്റൊരു ബിരിയാണിയാണ് പ്രിൻസിപ്പൽ സപ്ലൈ വരുന്നതെങ്കിൽ അതിൻ്റെ റേറ്റ് ആയിരിക്കും നമ്മൾ GSTയിൽ ആക്ട് പ്രകാരം നമ്മൾ കൊടുക്കേണ്ടി വരിക, ഒന്നിൻ്റെ കൂടെ ഒന്ന് വരുന്നുണ്ടെങ്കിൽ. അപ്പോൾ വർക്ക്സ് കോൺട്രാക്റ്റിലും അങ്ങനെയാണ്. വർക്ക്സ് കോൺട്രാക്റ്റിൽ നമ്മളെ പ്രിൻസിപ്പൽ സപ്ലൈ ഓഫ് ഗുഡ്സ് എന്തെന്നാന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലാണ് കൊടുക്കുക. പക്ഷേ വർക്ക്സ് കോൺട്രാക്റ്റിൽ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ അത് മെറ്റീരിയലിൻ്റെ മുകളിൽ മാത്രം വരുമ്പോഴാണ് ഈ വർക്ക്സ് കോൺട്രാക്ട് എന്നുള്ള ഇത് വരുന്നത്.
വർക്ക്സ് കോൺട്രാക്ട് ഞാൻ മെറ്റീരിയൽ വരുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മളൊരു മെറ്റീരിയൽ കോൺട്രാക്ട് എടുക്കുമ്പോൾ, ഞാനൊരു വീട് എടുക്കാൻ വേണ്ടി മെറ്റീരിയൽ അടക്കമുള്ള വീടിൻ്റെ കോൺട്രാക്ടറാണ് ഞാൻ മെറ്റീരിയൽ അടക്കമാണ് കോൺട്രാക്ട് എടുക്കുന്നത്. അതായത് സാധനം ഞാൻ വാങ്ങിച്ച് ഞാൻ തന്നെ വീട് പണിത് എൻ്റെ കസ്റ്റമർക്ക് ഞാൻ കൊടുക്കും, അല്ലെങ്കിൽ എൻ്റെ സപ്ലയർക്ക് ഞാൻ കൊടുക്കുന്ന ഒരു ഐറ്റം ആണെങ്കിൽ അത് മെറ്റീരിയൽ സപ്ലൈയുള്ള ഗുഡ്സാണ്. അല്ലാത്ത പക്ഷം ഞാനിപ്പോൾ പറയുകയാണ് എനിക്ക് വീട് കെട്ടാൻ വേണ്ടി കോൺട്രാക്ട് എന്ന വ്യക്തിയാണ്, നിങ്ങൾ സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിച്ചു തന്നോ, ലേബർ മാത്രം എൻ്റെതാണെന്ന് പറഞ്ഞാൽ അത് ലേബർ കോൺട്രാക്ട്, അതൊരു വർക്ക്സ് കോൺട്രാക്ട് വരുന്നില്ല. സോ മെറ്റീരിയലും കൂടി അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ വർക്ക്സ് കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷനിൽ വരുള്ളൂ, വർക്ക്സ് കോൺട്രാക്റ്റായിട്ട് GST ബാധകമാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുന്നത് മെറ്റീരിയൽ ആയിരിക്കും. ലേബറും മെറ്റീരിയലും ഞാൻ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ ഹയർ റേറ്റ് മെറ്റീരിയലിനായിരിക്കും. മെറ്റീരിയലിൻ്റെ മുകളിലായിരിക്കും ഞാൻ ഇത് അടക്കേണ്ടി വരിക, GST അടക്കേണ്ടി വരിക. പക്ഷേ ഞാനിപ്പോൾ ലേബർ മാത്രമേ സപ്ലൈ ചെയ്യുന്നുള്ളെങ്കിൽ എനിക്ക് വർക്ക്സ് കോൺട്രാക്ട് വരുന്നില്ല, ലേബറിന് മുകളിൽ GST വരുന്നില്ല. സോ എനിക്ക് GST എക്സംപ്റ്റഡ് ആണ്. സോ നമ്മൾ ലേബർ മാത്രം നമ്മൾ ചെയ്താൽ മതി, മെറ്റീരിയൽ മറ്റേവർ വാങ്ങിച്ചു തരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് GSTൻ്റെ ആ ഒരു പ്രൊവിഷൻ നമുക്ക് പോവാം. 1/4/2019 മുതൽ ഈ കോൺട്രാക്ടേഴ്സിന് ഇൻപുട്ട് ഇല്ലാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. ഇൻപുട്ട് ഇല്ല, അതായത് ഞാനിപ്പോൾ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് മെറ്റീരിയലിൻ്റെ മുകളിൽ ഞാൻ ലേബറും എടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ GST ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ ആ മെറ്റീരിയൽ ഇപ്പം ഞാൻ വാങ്ങുമ്പോൾ ഞാൻ GST കൊടുത്തിട്ടാണ് ഞാൻ സാധനം വാങ്ങുന്നത്. പക്ഷേ എനിക്ക് അതിൻ്റെ മുകളിൽ ഇൻപുട്ട് കിട്ടില്ല. പക്ഷേ എനിക്ക് GST കളക്ട് ചെയ്തേ പറ്റും. എൻ്റെ കസ്റ്റമർക്ക് ഞാൻ ബില്ല് ചെയ്യുമ്പോൾ 18 20 എത്രയാണോ ശതമാനം വെച്ച് അത് ഞാൻ കൊടുക്കുക, കൊടുത്തിട്ട് ആ GST കളക്ട് ചെയ്ത് ഞാൻ സർക്കാരിലേക്ക് അടക്കണം. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് നഷ്ടങ്ങളൊന്നുമില്ല, കാര്യം ഞാൻ കസ്റ്റമറിൻ്റെ അടുത്ത് വാങ്ങുന്നു, അത് ഞാൻ സർക്കാരിലേക്ക് അടക്കുന്നു. പക്ഷേ എനിക്ക് ഇൻപുട്ട് ഒന്നും കിട്ടില്ല. ആ ഒരു രീതിയിലാണ് വരുന്നത്. പക്ഷെ ലേബർ ആണെങ്കിൽ അവിടെ GSTൻ്റെ ആപ്ലിക്കബിലിറ്റി വരുന്നില്ല, GST അങ്ങനെ അവിടെ കഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആ വർക്ക്സ് കോൺട്രാക്റ്റിൻ്റെ ആപ്ലിക്കബിലിറ്റി വരുന്നത്. വർക്ക്സ് കോൺട്രാക്ട് ഇറ്റ്സ് എ വെരി കോംപ്ലക്സ് തിങ്. ഇതാണ് ഒരുപാട് കേസ് ലോസസും എല്ലാം GSTയിൽ വരുന്നതാണ്. അതിൻ്റെ പുറത്ത് അപ്പോൾ കോൺട്രാക്ട് എടുക്കുന്നതാണെങ്കിൽ, കോൺട്രാക്ട് എടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ മെറ്റീരിയലും കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും GST ആപ്ലിക്കബിൾ ആയിട്ട് വരും. ആ GST മെറ്റീരിയലിൻ്റെ റേറ്റിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ആ മെറ്റീരിയലിൻ്റെ റേറ്റ് നമ്മൾ ടോട്ടൽ കോൺട്രാക്ട് വാല്യൂ, ഇപ്പോൾ 100 രൂപയാണ് കോൺട്രാക്ട് വാല്യൂ എങ്കിൽ GST റേറ്റ് വർക്ക്സ് കോൺട്രാക്ടിൻ്റെ റേറ്റ് 18% ആണെങ്കിൽ 118 രൂപയായിട്ട് ബില്ല് ചെയ്ത് കൊടുക്കുക, 18 രൂപ സർക്കാരിലേക്ക് അടക്കുക. ഇതിനകത്ത് ഇൻപുട്ട് എനിക്ക് കിട്ടില്ല. 1419 തൊട്ട് കോൺട്രാക്ടേഴ്സിന് ദർ ഇസ് നോ ഇൻപുട്ട് ഫോർ ഇതിൻ്റെ കോൺട്രാക്റ്റിൻ്റെ ബേസിൽ നമുക്ക് ഇൻപുട്ട് കിട്ടില്ല. പക്ഷേ അതേസമയം ലേബർ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് അതിൻ്റെ അകത്ത് വരുന്നില്ല. പക്ഷേ സിമെൻറ്റിൻ്റെ ഒന്നും ഇൻപുട്ട് എനിക്ക് കിട്ടില്ല. സിമെൻറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻപുട്ട് ഞാൻ എക്സ്പെൻസ് ആയിട്ട് തന്നെ ബെയർ ചെയ്തോളൂ. അതും കൂടി കൂട്ടിയിട്ടുള്ള ബില്ലിങ് മാത്രമേ എനിക്ക് നടക്കുകയുള്ളൂ. സോ വർക്ക്സ് കോൺട്രാക്റ്റിൽ ഇപ്പം എല്ലാ തരത്തിലും ഇത് വരും. റിപ്പയർസ് മാത്രമല്ല, ഇപ്പോൾ ഓൾട്രേഷൻ ചെയ്യുന്ന ഒരു വീട് എടുത്തിട്ട് അതിൻ്റെ ഓൾട്രേഷൻ്റെ കോൺട്രാക്റ്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പെയിൻറ്റിങ്, ഫേർണിച്ചർ, അതിന് ചെറിയ തോതിൽ എന്തെങ്കിലും ആയിട്ടുള്ള പണി, ഇപ്പം മണ്ണ് അടിക്കുന്ന ഇപ്പോൾ അവിടെ ലാൻഡ് ഡെവലപ്മെൻറ്റ് പോലെ മണ്ണടിച്ചിട്ട് അവിടെ വീട് എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. അതായത് ഒരു കൺസ്ട്രക്ഷൻ്റെ മുകളിൽ ഒരു വീട് പണിയുന്ന ഒരു കോൺട്രാക്ടറെ ശരിക്കും വർക്ക്സ് കോൺട്രാക്ടറായിട്ടാണ് GST ഡിഫൈൻ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് പക്ഷേ നമ്മളിപ്പം ലേബർ മാത്രമേ എടുക്കുന്നുള്ളൂ എങ്കിൽ നമ്മൾ വർക്ക്സ് കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷനിൽ വരുന്നില്ല. പക്ഷേ ഇതേസമയം നമ്മളിപ്പം ഈ പറയുന്ന ബാക്കി എല്ലാ പണികളും, അതായത് ഞാനൊരു ഫുൾ പാക്കേജായിട്ട് ഞാനൊരു വീട് എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് എടുത്തു കൊടുക്കുകയാണ്, അതായത് ഇപ്പോൾ ഒരു കോംപ്ലക്സ് എടുത്തു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു കൊടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് വന്നാലും വർക്ക്സ് കോൺട്രാക്റ്റിൻ്റെ കീഴിൽ ഇത് വരുന്നതായിരിക്കും. വർക്ക്സ് കോൺട്രാക്റ്റ് ഞാൻ ചെയ്യും. പിന്നെ കൂടാണ്ട് GSTയിൽ ഒരു TDS GST എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ട്. അതും കൂടി ഞാൻ പറയാം. TDS GST. ഈ TDS GST എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരാളിപ്പം അത് സർക്കാരിൽ നിന്ന് പൈസ കിട്ടുന്നതിനൊക്കെ മാത്രമാണ് TDS GST വരുന്നത്. അല്ലാണ്ട് സാധാരണ ഇപ്പം നമ്മളൊരു ബിൽഡിംഗ് ഒരു വ്യക്തി വീട് കെട്ടാൻ TDS GSTൻ്റെ ആസ്പെക്റ്റ് ഒന്നും വരുന്നില്ല. TDS GST പറഞ്ഞാൽ ഇൻകം ടാക്സിൻ്റെ TDSൻ്റെ വ്യത്യസ്തമാണ്. അതല്ല. ഇതെന്ന് വെച്ചാൽ നമുക്ക് 2.5 ലക്ഷം രൂപയിൽ മുകളിൽ നമുക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് ഒരു 2.5 lakhs മുകളിൽ നമുക്ക് എവിടെന്നെങ്കിലും, ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൽ നിന്ന് നമുക്കൊരു പേയ്മെൻറ്റ് കളക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ 2% കട്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് പേയ്മെൻറ്റ് റിലീസ് ചെയ്യുക. അതായത് നമുക്കൊരു 2.5 lakhs മുകളിലുള്ള കോൺട്രാക്റ്റ് ആണെങ്കിൽ നമ്മൾ TDS GST ആപ്ലിക്കബിൾ ആയിരിക്കും. TDS GST 2.5 lakhs മുകളിലുള്ള കോൺട്രാക്റ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഏജൻസീസ്, പഞ്ചായത്ത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നതിന്, അല്ലെങ്കിൽ ബാങ്ക്സ് അങ്ങനത്തെ, അതായത് ഗവൺമെൻറ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ 2% കട്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ GST നമുക്ക് കിട്ടുക.
പക്ഷേ അത് നമുക്ക് നമ്മൾ അടച്ച GST പോലെ തന്നെ വരിക. കാരണം ഈ കട്ട് ചെയ്യുന്ന വ്യക്തികൾ അതിൻ്റെ ഒരു റിട്ടേൺ ഫയൽ ചെയ്യും. ആ റിട്ടേൺ ഫയൽ ചെയ്തിട്ട് നമ്മളുടെ നമ്മളെ GST നമ്പറിൽ അത് വന്ന് കിടക്കും. 3 months, വിത്തിൻ 3 months എല്ലാ 3 months അവർ റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടാവും. അത് വന്നിട്ട് അതവിടെ കിടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ 1 month കുടുംബത്തിന് അവർ റിട്ടേൺ ഫയൽ ചെയ്യും. എന്നിട്ട് ആ GST നമുക്കത് എടുക്കാൻ പറ്റും. നമുക്കത് GSTൻ്റെ സൈറ്റിൻ്റെ പോർട്ടലിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അപ്പോൾ നമ്മൾ GST അടച്ച മാതിരിയാവും. അപ്പോൾ നമ്മുടെ GSTൻ്റെ ക്യാഷ് ലെജറിലോ ക്രെഡിറ്റ് ലെജറിലോ അത് വന്ന് കിടക്കും. അതനുസരിച്ച് നമ്മൾ അടച്ച GST പോലെ ചെയ്തിട്ട് ബാക്കിയുള്ള GST മാത്രം നമ്മൾ സർക്കാരിലേക്ക് അടച്ചാൽ മതിയാവും. ഇത് വർക്ക്സ് കോൺട്രാക്റ്റിൽ, കാരണം ഈ പഞ്ചായത്തിലൊക്കെ ഒരുപാട് കോൺട്രാക്ട്, റോഡ്സ് കോൺട്രാക്ട്, ബിൽഡിംഗ് കോൺട്രാക്ട്സ് ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും TDS GST ബാധകമായിരിക്കും. സർക്കാർ അത് കട്ട് ചെയ്തിട്ടേ കൊടുക്കുന്നുണ്ടാവുള്ളൂ. അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പേരിൽ ബാക്കിയായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ, നമുക്ക് ബിൽഡിങ് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിൽഡിങ് വെക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കോൺട്രാക്ട് എടുത്തിട്ട് ഒരു സാധനം വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ GST കൊടുക്കണം. അത് കോൺട്രാക്ടർക്ക് GST ഇൻപുട്ട് കിട്ടില്ല. നമ്മളിപ്പോൾ ലാൻഡ് ഓണർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ GST വാങ്ങേണ്ടി വരും. ലാൻഡ് ഓണർക്ക് അതിൻ്റെ ഷെയർ കൊടുക്കുമ്പോൾ GST കട്ട് ചെയ്തിട്ട് GST കളക്ഷൻ്റെ ബില്ല് കൊടുക്കുക. അതേമാതിരി ബിൽഡിംഗ് കെട്ടുന്ന ആൾ, ബിൽഡിംഗ് ഡെവലപ്പർ ഇപ്പോൾ അയാൾ പബ്ലിക്കിന് കൊടുക്കുമ്പം പബ്ലിക്കിന് ഒരു 30% കൊടുക്കുമ്പം അയാൾ GST കളക്ട് ചെയ്യേണ്ടി വരും. എല്ലാം ഞാൻ പറഞ്ഞു. അപ്പോൾ അത് GST കളക്ട് ചെയ്യണമെന്ന് നിർബന്ധ ബുദ്ധിയാണ്. GST കട്ട് ചെയ്യാതെയും നമുക്ക് ഈ ബിൽഡിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് വിൽക്കാൻ പറ്റും. അതാണ് അതിൻ്റെ അടുത്ത് വേറൊരു ആസ്പെക്ട് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ബിൽഡിങ് നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞു. ആ ബിൽഡിംഗ് ഉണ്ടായിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഫുൾ എമൗണ്ട്, അതായത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ ആ ബിൽഡിംഗ് വിൽക്കുന്നുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു കൺസിഡറേഷനും വാങ്ങുന്നില്ല. അതായത് ഒരു 10 പൈസ പോലും വാങ്ങാണ്ട് എൻ്റെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് തന്നെ ഞാനത് കൺസ്ട്രക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ഞാൻ അഡ്വാൻസ് ഒന്നും അതിൻ്റെ അകത്ത് തീരെ വാങ്ങാണ്ട് ഞാനത് ഫുള്ളായിട്ട് ഒരു 10 രൂപ പോലും ഞാൻ അഡ്വാൻസ് വാങ്ങാണ്ട്, കൺസിഡറേഷൻ വാങ്ങാണ്ട്, ഞാനെല്ലാം എൻ്റെ പൈസ വെച്ച്, എൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ വെച്ച് തന്നെ ഞാനൊരു കോൺട്രാക്റ്റായിട്ട് ഞാൻ പണിയുന്നത്. ലാൻഡ് ഓണറിൻ്റെ അടുത്ത് ഞാൻ സാധനം വാങ്ങുന്നു, ലാൻഡ് വാങ്ങുന്നു, ഞാൻ ഫുള്ള് കെട്ടുന്നു, ലാൻഡ് ഓണറിൻ്റെ ഷെയറും പബ്ലിക്കിൻ്റെ ഷെയറും ഞാൻ തന്നെ കെട്ടുന്നു. അതിനുശേഷം മാത്രമേ ഞാനത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് എനിക്ക് അത്രയ്ക്ക് പൈസയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ലോണോ എന്തെങ്കിലും വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, അത് വെച്ചിട്ട് ഞാനത് മുഴുവൻ കൊടുക്കുന്നു. അതായത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ട വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അതോറിറ്റി വരുന്നുണ്ട്. ഒന്നുകിൽ അത് ഗവൺമെൻറ് അതോറിറ്റീസ് ആയിരിക്കും, അല്ലെങ്കിൽ ആർക്കിടെക്റ്റ്, അല്ലെങ്കിൽ ചാർട്ടേഡ് എഞ്ചിനീയേഴ്സ്. ഈ 3 പേരാണ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ട ആൾക്കാർ. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത്, അതായത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാനത് വിൽക്കുന്നുള്ളൂ. ആ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ട ആൾക്കാരെന്ന് വെച്ചാൽ ഗവൺമെൻറ് അതോറിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് അത് കിട്ടിക്കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഉണ്ടാവും. കോർപ്പറേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ വലിയ കോർപ്പറേഷൻസ് ആണെങ്കിൽ ടൗൺ പ്ലാനിംഗ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് ഉണ്ടാവും. ആ ബോർഡിലെ ഒരു ഓഫീസറോ എന്തെങ്കിലും ആയിരിക്കും അത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അതായത് ബിൽഡിംഗ് എല്ലാം പൂർത്തീകരിച്ചു, ഇനിയൊന്നും ബാക്കിയില്ല, അതായത് നമ്പർ കൊടുക്കുന്നതിന് മുമ്പായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് അത് വരുന്നത്. അപ്പോൾ ആ ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആ ഒരു അതോറിറ്റി അത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷമാണ് ഞാൻ ബിൽഡിംഗ് വിൽക്കുന്നത് എങ്കിൽ ഞാൻ വിറ്റ പൈസേൻ്റെ മുകളിൽ എനിക്കൊരു 10 രൂപ പോലും GST അടക്കണ്ട. കാരണം അത് എനിക്ക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടാണ് വരുന്നത്. അന്നേരം ബാക്കി അല്ലാത്ത പക്ഷങ്ങളിലെല്ലാം മൂവബിൾ പ്രോപ്പർട്ടി എന്നുള്ള ഡെഫിനിഷനിലേക്ക് അത് പോകും. അതേപോലെ ഇപ്പം അങ്ങനെ ഒരു ഗവൺമെൻറ് അതോറിറ്റി ഒന്നും ഇല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ആവശ്യമില്ല എന്ന് വരികയാണെങ്കിൽ ഒരു ആർക്കിടെക്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാലും മതി. അതായത് സംഭവം കഴിഞ്ഞ ശേഷം ഞാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഡെഫിനിഷൻ വരുന്നുണ്ട്. അത് ആർക്കിടെക്റ്റിൻ്റെ ഇത് പഠിച്ച ആൾക്കാരാണ് ആർക്കിടെക്റ്റിൻ്റെ ഡെഫിനിഷനിൽ വരുന്നത്. അല്ലെങ്കിൽ ചാർട്ടേഡ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അവരുടെ ചെറിയ പരീക്ഷ പാസ്സായിട്ട് വരുന്ന ആൾക്കാരാണ്. അവരാണ് വാല്യൂവേഴ്സ് ആയിട്ട് വരുന്നത്. ഗവൺമെൻറ്റിലതെ ബാങ്കിനൊക്കെ അതൊരു ബിൽഡിംഗ് വാല്യൂ ചെയ്യുമ്പോൾ അവരാണ് വരുന്നത് ചാർട്ടേഡ് എഞ്ചിനീയേഴ്സ്. ബേസിക്കലി അവർ എഞ്ചിനീയേഴ്സ് ആയിരിക്കും, സിവിലോ അല്ലെങ്കിൽ ആർക്കിടെക്ട്സോ ആയിരിക്കും അവർ ചാർട്ടേഡ് എഞ്ചിനീയേഴ്സ് ആയിട്ട് വരുന്നത്. സോ ഈ 3 ഏതെങ്കിലും അതോറിറ്റീസിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷമാണ് ഞാൻ വിൽക്കുന്നതെങ്കിൽ എനിക്ക് അതിൻ്റെ മുകളിൽ ഒരു GST കൊടുക്കുന്നത്. അതായത് ഞാൻ അഡ്വാൻസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല, ഒരു കൺസിഡറേഷനും, നോ കൺസിഡറേഷൻ ഒന്നും എനിക്കില്ലാണ്ട് അവസാനം മാത്രമേ ആഫ്റ്റർ ദ
ഇതിന് ശേഷം മാത്രമേ ഞാൻ വിൽക്കുന്നുള്ളൂ, പൈസ വാങ്ങുന്നുള്ളൂ എങ്കിൽ എനിക്ക് GSTൻ്റെ ആവശ്യം വരുന്നില്ല. അതേ സെയിം ആസ്പെക്ട് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ലാൻഡ് ഓണർക്ക് ഞാൻ ലാൻഡ് ഓണറിന് ഷെയർ കൊടുക്കുമ്പോൾ ഞാനൊരു പൈസ പോലും അയാളുടെ അഡ്വാൻസ് ഒന്നും വാങ്ങാണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം അയാളുടെ പൈസ കൊടുക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ചെയ്യുന്നതാണെങ്കിൽ എനിക്കവിടെ GST വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇൻപുട്ടിൻ്റെ കേസും വരുന്നില്ല. പിന്നെ അതേപോലെ ഞാൻ പബ്ലിക്കിന് കൊടുക്കുകയാണെങ്കിൽ തന്നെയും പബ്ലിക്കിന് ഞാൻ ഒരു സ്റ്റേജ് വൈസ് പ്രോഗ്രസീവ് അഡ്വാൻസസ് എന്ന് പറഞ്ഞ പോലെ ഞാൻ വാങ്ങാണ്ട് ഞാനത് വിൽക്കുകയാണെങ്കിൽ എനിക്ക് അതിനകത്ത് GST വരുന്നില്ല. അതായത് എത്ര ശതമാനം വർക്ക്സ് കോൺട്രാക്റ്റിനുള്ള ഡെഫിനിഷനിൽ വരാണ്ട് ഞാനവിടെ തീരും. എനിക്ക് ഇൻപുട്ടും വേണ്ട, GST അടയ്ക്കേണ്ട, ഒന്നും അടയ്ക്കേണ്ട. ലാൻഡ് സെയിൽ പോലെ തന്നെ അതങ്ങനെ വിറ്റ് പോവാം, വേറെ ആസ്പെക്റ്റ് ഒന്നും വരുന്നില്ല. പക്ഷേ അതിനിടയ്ക്ക് ഞാൻ എന്തെങ്കിലും ഒരു പ്രോഗ്രസീവ് പേയ്മെൻറ്റ് പോലെ, അതായത് എനിക്കൊരു ബ്ലോക്കേജ് വന്നു, പൈസയ്ക്ക് ബ്ലോക്കേജ് വന്നു, ഞാനൊരു ചെറിയൊരു അഡ്വാൻസ് വാങ്ങിച്ചു, അതായത് തറ കെട്ടുമ്പോൾ ഇത്ര, അതിന് മുകളിൽ ഇത്ര, ഇതെന്ന് പറഞ്ഞൊരു അഡ്വാൻസ് വാങ്ങുകയാണെങ്കിൽ അവിടെ ആ ഡെഫിനിഷൻ തീരുന്നതാണ്. അവിടെ വർക്ക്സ് കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷനിലേക്ക് വരികയും അവിടെ വരുമ്പോൾ നമ്മൾ ലാൻഡ് ഈ വിൽക്കുന്നതിൻ്റെ മുകളിൽ നമ്മൾ GST അടക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മളിപ്പം നേരത്തെ പറഞ്ഞ ട്രൈപാർട്ടൈറ്റ് എഗ്രിമെൻ്റ് ആണെങ്കിൽ ലാൻഡ് ഓണർ പബ്ലിക്കിന് കൊടുക്കുമ്പോഴായാലും പോലും ചെറിയ പൈസ വാങ്ങിച്ചു. ഇപ്പം ലാൻഡ് ഓണറാണ് ഞാൻ പറയുകയാണ്, എന്നോട് ലാൻഡ് ഓണർ വേറെ ആൾ, അയാൾ എന്നോട് പറയുകയാണ് ഞാനൊരു ഫ്ലാറ്റ് കെട്ടുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് വേണമെന്ന് ചോദിക്കാം. അപ്പം ഞാൻ പറയുകയാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് ഞാൻ 1000 രൂപ തരാം എന്ന് പറയുകയാണെങ്കിൽ അവർ അഡ്വാൻസ് പൈസ വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പം അങ്ങനെ കഴിയുമ്പോൾ ലാൻഡ് ഓണർ എനിക്ക് വിൽക്കുമ്പം എൻ്റെ അടുത്ത് GST കളക്ട് ചെയ്യേണ്ടി വരും. പക്ഷേ അയാൾക്ക് അതേമാതിരി ബിൽഡിംഗ് ഓണർ പറയുകയാണ് അയാളുടെ അടുത്ത് പൈസ ഇല്ല, അപ്പം കുറച്ച് പൈസ നിങ്ങൾ തരേണ്ടി വരും, ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതാണെങ്കിൽ അവിടെയും ബിൽഡിംഗ് ഓണർ പൈസ കൊടുക്കുകയാണ്, പകുതി വെച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബിൽഡിംഗ് ഓണർ ലാൻഡ് ഓണർക്ക് വെക്കുമ്പം ടാക്സ് ബില്ല് തന്നെ കൊടുക്കേണ്ടി വരും, GST കൊടുക്കേണ്ടി വരും, ഇൻപുട്ടായിട്ട് അത് ചെയ്യേണ്ടി വരും. അല്ലാത്ത പക്ഷം വേറെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നടക്കും. അപ്പോൾ അതായത് അതിൻ്റെ പുറത്ത് രണ്ട് കണ്ടീഷനേ പറയുന്നുള്ളൂ. ദാറ്റ് ഈസ് അഡ്വാൻസ് പൈസ ഒന്നും വാങ്ങിക്കാൻ പാടില്ല, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് ശേഷം മാത്രമേ വിൽപ്പന നടത്താൻ പാടുള്ളൂ. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ട അതോറിറ്റീസിന് ഒന്നുകിൽ ആർക്കിടെക്ട്, ചാർട്ടേഡ് എഞ്ചിനീയർ, അല്ലെങ്കിൽ ആ കൺസേൺഡ് മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തിലോ ടൗൺ പ്ലാനിംഗ് അതോറിറ്റിയിലെയോ ഒരു കൺസേൺഡ് അതോറിറ്റി ഉണ്ടാവും. ആ അതോറിറ്റിയാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത്. ആ സർട്ടിഫിക്കറ്റിന് ശേഷം മാത്രമേ വിൽക്കുന്നുള്ളൂ എങ്കിൽ, പൈസ ഒന്നും വാങ്ങാണ്ടാണ് വിൽക്കുന്നതെങ്കിൽ പിന്നെ വിറ്റായിട്ട് പൈസ വാങ്ങിച്ചാലും അതിൻ്റെ പുറത്ത് GST ഇല്ല, ഒന്നും പ്രശ്നങ്ങൾ വരുന്നില്ല, അല്ലാത്ത വർഷം ചെയ്യുന്നുണ്ട്. പക്ഷേ 149/2019 ശേഷം കോൺട്രാക്ടേഴ്സ് നിന്ന്, കാരണം പൊതുവെ ഇതൊന്നും നടക്കാത്തൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ഒരു ബിൽഡിംഗ് കെട്ടുമ്പോൾ വലിയൊരു എമൗണ്ട് ആയിരിക്കും വരിക. അപ്പോൾ എന്തായാലും വർക്കിംഗ് ക്യാപിറ്റൽ ബ്ലോക്കേജ് ഉണ്ടാവും, പൈസ എന്തായാലും വാങ്ങിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ GST അടക്കേണ്ടതിന് വരും. GSTയിൽ എപ്പോഴും വരുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഇമ്പോർട്ട് ഓഫ് സർവീസ്, പുറത്തുനിന്നൊരു സാധനങ്ങൾ നമ്മൾ ഇങ്ങോട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതായത് പുറത്തുനിന്നൊരു സാധനം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അതിന് നമ്മൾ GST നമ്മൾ കൊടുക്കണം. IGST എന്ന് അതിനെ പറയാം. അതിൽ നമ്മൾ റിവേഴ്സ് ചാർജ് RCM എന്ന പേരിലാണ് നമ്മൾ അടക്കേണ്ടി വരിക. അതായത് പുറത്തുനിന്ന് നമ്മൾ ഇന്ത്യക്ക് പുറത്തുനിന്ന് നമ്മൾ സാധനങ്ങൾ കൊണ്ടുവരുന്നു, അത് ഇന്ത്യയിലേക്കാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഇന്ത്യയിൽ ആർക്കാണോ ആ സാധനം വരുന്നത് അയാളായിരിക്കും അതിൻ്റെ GST അടക്കാൻ ബാധ്യസ്ഥ. മോസ്റ്റ് പ്രോബ്ലം നമ്മളിപ്പോൾ ഒരു സെയിൽ നടത്തുന്ന വ്യക്തിയാണ് സാധാരണഗതിയിൽ GST ആപ്ലിക്കബിൾ ആയിട്ട് വരിക. ഞാൻ പർച്ചേസ് ചെയ്യുന്നു, ഞാനൊരാൾക്ക് വിൽക്കുകയാണെങ്കിൽ ആ വിൽക്കുന്ന വ്യക്തിയാണ് അൾട്ടിമേറ്റ് കസ്റ്റമറിൽ നിന്ന് GST കളക്ട് ചെയ്ത് സർക്കാരിലേക്ക് അടക്കേണ്ടി വരിക. അതായത് സെയിൽ അൾട്ടിമേറ്റ് സപ്ലയർ എന്ന് പറയുന്ന വ്യക്തി. പക്ഷേ ഇവിടെ നമ്മൾ ഇന്ത്യക്ക് പുറത്തുള്ള വ്യക്തിയെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിന് RCM റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ആ വ്യക്തി നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ആരാണോ അത് കളക്ട് ചെയ്യുന്നത്, ഇന്ത്യയിൽ കളക്ട് ചെയ്യുന്നത്, അവരെ GST അടക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് അത് വരുന്നു. അതിന് ഫർദറൻസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. അതായത് ബിസിനസ് പേർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവരികയാണെങ്കിൽ, അത് GSTയിൽ ഏറ്റവും പറഞ്ഞ ഡെഫിനേഷൻ ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ബിസിനസ്സിന് വേണ്ടിയിട്ട് എന്ത് സാധനം കൊണ്ടുവരുമ്പോഴും പിടിക്കുമ്പോഴും, അല്ലെങ്കിൽ അത് ഇന്ത്യയിൽ വിൽക്കുന്ന സാധനങ്ങൾ, ഇപ്പം ഇമ്പോർട്ട് ചെയ്യണമെന്നൊന്നുമില്ല, സാധാരണ ഇന്ത്യയിൽ വിൽക്കുന്ന ഒരു സാധനങ്ങളായാൽ പോലും ഫർദറൻസ് ഓഫ് ബിസിനസ്സിന് വേണ്ടി നമ്മൾ എന്ത് സാധനം ചെയ്താലും അതിന് നമ്മൾ GST കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ചില ഐറ്റംസ് ഷെഡ്യൂൾ 1 വരുന്ന ചില ഐറ്റംസ് ഉണ്ട്, അതിന് വരുന്നതിന് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും നമ്മൾ GST അടക്കേണ്ടി വരും. അത് ഷെഡ്യൂൾ 2 പ്രകാരമാണ് നമ്മൾ GSTൻ്റെ എല്ലാം പോകുന്നത്. ഷെഡ്യൂൾ 1 പറഞ്ഞ ചില ഐറ്റംസ് ഉണ്ട്, ചില ഐറ്റംസ് നമ്മൾ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും നമ്മളതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ എത്രയാണോ പ്രിസ്ക്രൈബ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അത് അടക്കേണ്ടി വരും. ഇമ്പോർട്ടിന് മുകളിൽ IGST ആണ് ബാധകമാണ്. നമ്മുടെ പേഴ്സണൽ കൺസംഷനായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും സാധനം നമ്മുടെ പേഴ്സണൽ കൺസംഷനായിട്ട് കൊണ്ടുവരുന്ന ബിസിനസ്സിന് വേണ്ടി പേഴ്സണൽ കൺസംഷന് വേണ്ടി കൊണ്ടുവരുന്നതാണെങ്കിൽ അത് നമ്മൾ GST അടച്ചേ പറ്റും. സോ ഇമ്പോർട്ട് ഓഫ് സർവീസസിന് IGST ആണ് ബാധകം. ഫർദറൻസ് ഓഫ് ബിസിനസ് എന്നുള്ളത് GSTൻ്റെ മൊത്തത്തിൽ വരുന്നതാണ്. ഫർദറൻസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞൊരു ഒരു ക്ലാസിഫിക്കേഷൻ, അതായത് ബിസിനസ്സിന് വേണ്ടി
നമ്മളൊരു സാധനം വെക്കുന്നത് വാങ്ങുന്നത് പേഴ്സണലിന് വേണ്ടിയിട്ട് വരുന്നതിന് GST ബാധകമല്ല. പക്ഷേ ഇമ്പോർട്ട് ഓഫ് സർവീസിന് മാത്രമേ അതവർ പറയുന്നുള്ളൂ. നമ്മളിപ്പോൾ സാധനം പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിന്. ബാക്കി എന്തിനായാലും നമ്മൾ GST ബാധകമായിട്ട് നമ്മൾ അടച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത GSTയിൽ നമ്മൾ വർക്ക്സ് കോൺട്രാക്റ്റിനെ പറ്റിയും സെയിൽ ഓഫ് ട്രൈപാർട്ടൈറ്റ് എഗ്രിമെൻറ്റ്, ജോയിൻറ്റ് ഡെവലപ്മെൻറ്റ് എഗ്രിമെൻറ്റ് കോൺട്രാക്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ജോയിൻറ്റ് ഡെവലപ്മെൻറ്റ് എഗ്രിമെൻറ്റിൽ ട്രൈപാർട്ടൈറ്റ് ആണ്, 3 പേരെ ഉണ്ടാവുക. ഒന്ന് ലാൻഡ് ഓണർ, ജോയിൻറ്റ് ഡെവലപ്മെൻറ്റ് പറഞ്ഞാൽ ഒരു ലാൻഡ് ഓണർ ഉണ്ടാവും. ലാൻഡ് ഓണർ അയാൾക്ക് ലാൻഡ് ഉണ്ടാവും, അയാളത് ഡെവലപ്പർക്ക് കൊടുക്കുന്നു. ആ ഡെവലപ്പർ അതിനകത്ത് ഒരു ഫ്ലാറ്റ് കെട്ടുന്നു. ഡെവലപ്പർ പറയുന്നു അതിൻ്റെ അകത്തൊരു 5 ഫ്ലാറ്റ് ഞാൻ ഓണർക്ക് തരാം, ആ ഓണർ അത് വിറ്റോളൂ എന്ന് പറയുന്നു. അതാണ് അതിനകത്തൊരു കോൺട്രാക്ട് ഉണ്ടാവും, ചെയ്യുന്ന വ്യക്തി ഉണ്ടാവും, ഒരു പണിയെടുക്കുന്ന വ്യക്തി ഉണ്ടാവും, അയാളാണ് കോൺട്രാക്ടർ. 3 പേരുണ്ടാവും. ഇതിൻ്റെ അകത്ത് എല്ലാ വിൽപ്പനയും കഴിഞ്ഞ്, അതായത് പൂർത്തീകരണം കഴിഞ്ഞിട്ട് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് ശേഷം അഡ്വാൻസ് ഒന്നും വാങ്ങാണ്ട് നമ്മൾ ഒരു സാധനം വിൽക്കുകയാണെങ്കിൽ അതിന് നമുക്ക് GST ബാധകമല്ല. പക്ഷേ അതിനിടയ്ക്ക് നമ്മൾ പൈസ വാങ്ങുകയോ പിടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മളെ പൈസ ബാധകമാണ്. ലാൻഡ് ഓണർ അയാളുടെ ഷെയർ പബ്ലിക്കിന് കൊടുക്കുമ്പോൾ അയാൾ GST കളക്ട് ചെയ്യണം, GST സർക്കാരിലേക്ക് അടയ്ക്കുകയും വേണം. അതേപോലെ ബിൽഡിംഗ് ഓണർ ലാൻഡ് ഓണറിൻ്റെ ഷെയർ ബിൽഡിംഗ് ഓണർ ലാൻഡ് ഓണർക്ക് കൊടുക്കുമ്പോൾ, ഇപ്പോൾ 5 ഫ്ലാറ്റ് അല്ലെങ്കിൽ 5 ഫ്ലാറ്റ് ബിൽഡിംഗ് ഓണർ ലാൻഡ് ഓണർക്ക് കൊടുക്കുന്നു. ആ 5 ഫ്ലാറ്റാണ് ലാൻഡ് ഓണർ പബ്ലിക്കിന് കൊടുക്കുന്നത്. ബിൽഡിംഗ് ഓണർ കൊടുക്കുന്ന 5 ഫ്ലാറ്റിന് മുകളിൽ GST ലാൻഡ് ഓണർക്ക് നിന്ന് കളക്ട് ചെയ്യണം. ഈ എൻ്റെ ലാൻഡ് ഓണർ ബിൽഡിംഗ് അടച്ചിട്ടുണ്ടാവും, ആ പൈസ അടച്ചിട്ടുണ്ടാവും. ആ അടച്ച GST ലാൻഡ് ഓണർ പുറത്ത് വെക്കുമ്പോൾ, അതായത് പബ്ലിക്കിന് കൊടുക്കുമ്പോൾ അത് നമുക്ക് ഇൻപുട്ടായിട്ട് എടുക്കാൻ പറ്റും. ബിൽഡിംഗ് ഓണർ അല്ലെങ്കിൽ ബിൽഡിംഗ് ഡെവലപ്പർ അത് പബ്ലിക്കിന് കൊടുക്കുമ്പം അയാളും GST കളക്ട് ചെയ്യണം. പക്ഷേ അയാൾക്ക് ഇൻപുട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. 1/4/2019 ശേഷം ഇൻപുട്ട് കോൺട്രാക്ടേഴ്സ് എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. വർക്ക്സ് കോൺട്രാക്റ്റിൽ എന്ന് വെച്ചാൽ ഒരു പ്രോജക്റ്റോ ഇമൂവബിൾ പ്രോപ്പർട്ടിയോ അതിനകത്ത് വന്നിട്ടുണ്ടാവണം. അതേപോലെ ലേബർ കോൺട്രാക്റ്റിന് മുകളിൽ വർക്ക്സ് കോൺട്രാക്റ്റ് ബാധകമല്ല. വർക്ക്സ് കോൺട്രാക്റ്റിൽ എന്ത് ഓൾട്ടറേഷനോ റിപ്പയർസോ എന്ത് ചെയ്താലും അത് വർക്ക്സ് കോൺട്രാക്റ്റിന് കീഴിലാണ് വരുന്നത്. പിന്നെ ഫർദറൻസ് ഓഫ് ബിസിനസ്സിന് GSTൻ്റെ ഏറ്റവും വലിയ ഡെഫിനിഷനാണ്. അത് പ്രകാരം നമ്മൾ ബിസിനസ്സിന് വേണ്ടി എന്ത് സാധനം വിൽക്കുകയോ വാങ്ങുകയോ ചെയ്താലും അത് ഇത് വരും. ഇമ്മൂവബിൾ പ്രോപ്പർട്ടീൻ്റെ മുകളിൽ GST വരുന്നില്ല. അതായത് ലാൻഡ് അങ്ങനത്തെ സാധനങ്ങൾ വെക്കുന്നതിന് മുകളിൽ GST വരില്ല. മൂവബിൾ ആയിട്ടുള്ള എന്ത് സാധനങ്ങളും വെക്കുന്നതിന് മുകളിൽ GST വരും. ഗുഡ്സും സർവീസസും രണ്ടായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഗുഡ്സ് എന്ന് വെച്ചാൽ സാധാരണ ഗുഡ്സ് ആയിട്ട് വരുന്ന ഐറ്റംസ് എല്ലാം ഉണ്ട്. സർവീസസിൽ വരുന്ന എല്ലാ ഐറ്റംസും, അതായത് റെൻറ്റിനടക്കം, റെൻറ്റ്, ലീസ്. ഇപ്പം നമ്മളൊരു ലാൻഡ് വിൽക്കുകയാണെങ്കിൽ ടാക്സ് ഇല്ല. പക്ഷെ നമ്മൾ ലീസിന് കൊടുക്കുകയാണെങ്കിൽ അതിന് GST വരും. അതേപോലെ അങ്ങനത്തെ എല്ലാ കാര്യത്തിനും സർവീസസ് ആയിട്ട് വരുന്ന ബാർട്ടർ സിസ്റ്റം ആയാലും, റെൻറ്റിന് കൊടുക്കുന്നതായാലും, ബിൽഡിംഗ് റെൻറ്റിന് കൊടുക്കുന്ന, ഫോർ ബിസിനസ് പർപ്പസിന് റെൻറ്റിന് കൊടുക്കുന്നതായാലും അതിന് നമ്മൾ GST അടക്കേണ്ടി വരുന്നതായിരിക്കും.